ഒരു ശ്ലോകമുണ്ട്. അതിങ്ങനെയാണ്: ക്രോധാത് ഭവതി സമ്മോഹ, സമ്മോഹാത് സ്മൃതി വിഭ്രമ, സ്മൃതി വിഭ്രമ ബുദ്ധിനാശോ, ബുദ്ധിനാശോ പ്രാണശ്യതി. ക്രോധാത് ഭവതി സമ്മോഹ. ക്രോധം, നമ്മളെ ദേഷ്യം ഉണ്ടല്ലോ, അത് നമ്മുടെ ഭാവങ്ങളെ തന്നെ മാറ്റിക്കളയുന്നതാണ്. സമ്മോഹ സ്മൃതി വിഭ്രമ. പിന്നെ ഈ മോഹങ്ങളെയൊക്കെ തന്നെ നശിപ്പിച്ച് കളഞ്ഞിട്ട് നമ്മുടെ സ്മൃതിയെ വിഭ്രമിപ്പിക്കും. നമ്മുടെ ബുദ്ധിയെപ്പോലും ഒരു അർത്ഥത്തിൽ ബാലൻസ് നഷ്ടപ്പെടുത്താൻ നിങ്ങളുടെ അനാവശ്യമായ വാശി, നിങ്ങളുടെ ദേഷ്യം, നിങ്ങളുടെ കോപം നിങ്ങളെ സഹായിക്കുന്നതാണ്. സ്മൃതി വിഭ്രമ ബുദ്ധിനാശോ, ബുദ്ധിനാശോ പ്രാണശ്യതി. സ്മൃതിക്ക്, ബുദ്ധിക്ക് എന്തെങ്കിലും കുഴപ്പമുണ്ടായാൽ അത് ജീവൻ വരെ അപകടത്തിലാകുന്നിടത്തേക്ക് നിങ്ങളെ വഴി നടത്തുന്നതാണ്. അതുകൊണ്ട് ലാ തഗ്ളബ്, നീ ദേഷ്യപ്പെടരുത്. ഒരു ആചാര്യന്റെ മുമ്പിൽ വന്നിട്ട്, നായകന്റെ മുമ്പിൽ വന്നിട്ട് ശിഷ്യൻ ചോദിക്കുന്ന ചോദ്യം: മദ്ദീനു യാ റസൂലല്ലാഹ്, വിശുദ്ധ നബിയെ സല്ലല്ലാഹു അലൈഹി വസല്ലം, എന്താണ് മതം? അല്ലാ തഗ്ളബ്, നീ ദേഷ്യപ്പെടാതിരിക്കലാണ്. അപ്പൊ എത്ര സൂക്ഷ്മമായ ഭാഗങ്ങളെയാണ് ഇസ്ലാം കൈകാര്യം ചെയ്യുന്നത്. അത് എത്ര വിശദമായിട്ടാണ് നമ്മളോട് ചർച്ചാ വിധേയമാക്കുന്നത്.